അമ്മ ഇതേ തുണിയൊക്കെ വിരിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അമ്മ ഇത് മഴ നനയാതെ ഒന്ന് എടുത്തിടണേ അമ്മേ. എനിക്ക് നേരെയില്ല, ഞാൻ പോയേക്കോ കേട്ടോ. നീ അമ്മയ്ക്കും എല്ലാം കൊടുത്തിട്ടാണോ പോന്നേ? ആ കൊടുത്തു അമ്മയ്ക്ക് ഞാൻ കഴിക്കാൻ കൊടുത്തു. പോയിട്ട് വന്നിട്ട് അങ്ങോട്ട് കേറി പോലും ഇല്ല. എന്നാ ഒക്കെ ഉണ്ടാക്കിയോ? അമ്മയ്ക്ക് കഴിക്കാനും കൊടുത്ത് ചായയും കൊടുത്തേച്ചാ ഞാൻ പോകുന്നത്. പിന്നെ പെരക്കൊക്കെ അടിച്ചാണോ? എല്ലാം ഞാൻ ചെയ്തമ്മേ. പെരക്കകം തൂക്കുകയും ആ മെഷീൻ്റെ അകത്ത് തുണിയെല്ലാം എടുത്ത് വിരിച്ചിട്ടോ. തുണി അലക്കാനുണ്ട്, പെരക്കകം തുടയ്ക്കാനുണ്ട്. ഇനിയിപ്പോൾ എല്ലാം അപ്പടി പണി. അതെല്ലാം നീ ചെയ്തോ? നീ അല്ലേ ഞാൻ തന്നെ ചെയ്യണോ? എല്ലാം ചെയ്തു കഴിഞ്ഞമ്മ. ഇനി എനിക്ക് സമയമില്ല, ഇനി എനിക്ക് ബസ് വരാറായി. ഞാൻ പോട്ടെ. ഞങ്ങൾ പോയി കഴിഞ്ഞാലും സമാധാനത്തോടെ എന്നാ ഇനി ആ പെങ്കൊച്ചിനെ ഒന്ന് വിളിക്കാമല്ലോ. ഹലോ, അവളിവിടെ ഇല്ലടി. എന്നാമേ? ഞാൻ കൊച്ചിൻ്റെ സ്കൂളിൽ പോകാൻ ഒരുങ്ങുമായിരുന്നു. ഒരുങ്ങിയിട്ട് അതുവഴി ഏതായാലും ഇന്ന് വരണമെന്നും കണ്ടിരിക്കുമായിരുന്നു. എന്നാൽ ഞാൻ സ്കൂളിൽ പോയിട്ട് അതിലൂടെ വരാവേ. ശരി എന്നാൽ. നീ ഇങ്ങോട്ട് വാ. അവൾ വരുമ്പോൾ അവളോട് ഇതെല്ലാം വല്ലതും ചെയ്യാനെന്നൊക്കെ പറയാം. അവളൊന്നും ഒരു വകയും ചെയ്യുകയില്ല. നീ ഒന്ന് പറഞ്ഞു കൊടുക്കും. അവളെ ഒരു പണിയും ചെയ്യല്ലേ. അവൾ വന്നിട്ടൊന്ന് അവളോട് വല്ലതും ഒന്ന് പറഞ്ഞൊന്ന് ഗുണദോഷിക്കുമോ എന്നറിയാൻ വേണ്ടി വരാൻ ഞാൻ മോളെ വിളിച്ചു. അവളെ വരാൻ പറഞ്ഞിട്ട് അവള് വരുന്നുണ്ടോ? ഞാനെന്നാ അങ്ങോട്ട് പോവാണേ. എന്നാ ഞാനും പോവാണേ. ശരി. പിന്നെ അമ്മ വീട്ടിൽ പോകാൻ ഇവിടെ നിൽക്കുന്നത്? നീ വരുന്നുണ്ടോ? ഞാൻ ഇവിടെ എങ്ങും നിന്നതാ. പിന്നെ ബിന്ദുവിനെ എപ്പോൾ കണ്ടു? ബിന്ദുവിനെ കൂട്ടിക്കൊണ്ട് വരാൻ. അവള് ഒന്നും ചെയ്യല. എന്നാൽ എന്നേലും ഒന്ന് പറഞ്ഞൊന്ന് വല്ലോ ഒരു ഗുണപ്പെടുത്തി വല്ലതും പറയാമെന്ന് ഓർത്താ എന്നോടൊന്ന് വരാൻ പറഞ്ഞേ. അവളോട് വല്ലതും ഒന്ന് ചെയ്യാനും പെറുക്കാനും ഒക്കെ ഒന്ന് പറ. അല്ലാതെ എന്നെ കൊണ്ട് തന്നെ ഇതെല്ലാം പറ്റുമോ? അവള് രാവിലെ അലക്കും പെറുക്കും തൂക്കണം തുടയ്ക്കണം ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടേ. അവള് വെളുപ്പിനെ ഒന്നും എഴുന്നേക്കൊന്നുമില്ല. മിറ്റം ഞാൻ തൂക്കണം, ഇതെല്ലാം ഞാൻ ചെയ്യണം. എല്ലാം ആയി കഴിയുമ്പോൾ അവള് എഴുന്നേറ്റ് വരുന്നത്. അമ്മയ്ക്ക് അവളോട് പറയത്തില്ല രാവിലെ എണ്ണീക്കണം? ഞാൻ പറഞ്ഞിട്ടൊന്നും അവളൊന്നും അനുസരിക്കുന്നില്ലല്ലോ. രാവും വരുമ്പോ അവനോടൊന്നും പറയത്തില്ലായിരുന്നു? അവനോട് പറ. അമ്മയെ കൊണ്ട് തന്നെ പറ്റത്തില്ല. പിന്നെ അവനും എന്നോട് പിണങ്ങാനും. പിന്നെ എന്നാ ചെയ്യാനായിപ്പോ? രാവിലെ എണ്ണീറ്റ് കഞ്ഞി വെക്കുന്ന ആരാമേ? അതും അവള്. മിറ്റം തൂക്കുന്ന തുണി അലക്കുന്നു. പിന്നെ എന്നാ അവളൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞത്? ഇതൊക്കെ തന്നെ അവള് ചെയ്യുന്നില്ല ഇത്രയൊക്കെ പണി. എന്നാ പറ്റി? എനിക്ക് ക്ഷീണമൊന്നും ഇല്ല, പ്രത്യേകിച്ച് ക്ഷീണമൊന്നും ഇല്ല. അമ്മയ്ക്ക് ചുരിദാർ ഇട്ടുകൊണ്ട് തോന്നിക്കുന്നത് ക്ഷീണമാണ്. സങ്കടമാണോ? മഴയുടെ ക്ഷീണമാണോ? എനിക്ക് അവിടെ സങ്കടമൊന്നും ഇല്ല. അവിടെ ആണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എന്നാന്ന് ചോദിച്ചാൽ അവിടുത്തെ അമ്മയാണ് ഇതെല്ലാം ചെയ്യുന്നത്. എനിക്ക് അത് വലിയ കഷ്ടപ്പാടൊന്നുമില്ല. കഞ്ഞി വെക്കുന്നതും കറി വെക്കുന്നതും തുണി ഉരിപ്പിഴുന്നതും എല്ലാം അവിടുത്തെ അമ്മ തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങളങ്ങനെ സ്നേഹമായിട്ടൊക്കെയാണ് കഴിഞ്ഞു കൂടുന്നത്. അതുപോലെ അമ്മ അവളോട് സ്നേഹമായിട്ടൊക്കെ കഴിഞ്ഞു കൂടാൻ നോക്ക്. ഇപ്പം ഒന്നും ചെയ്യുന്നില്ലെന്ന് എല്ലാവരോടും ഇപ്പോൾ ബിന്ദുവിനോട് പറഞ്ഞില്ല അവളൊന്നും ചെയ്യുന്നില്ലെന്ന്. എന്ന് പറഞ്ഞാൽ എല്ലാവരോടും പറഞ്ഞു കഴിയുമ്പോൾ അവൾക്ക് ഒന്നുകൂടെ ദേഷ്യം വരുത്തല്ലാവുള്ളൂ. അതുകൊണ്ട് അമ്മ അവളോട് സ്നേഹമായിട്ടൊക്കെ നിന്ന് നോക്കാം, അവൾ ചെയ്യുമല്ല. നിങ്ങൾ അവളോട് പറഞ്ഞ് സ്നേഹമായിട്ടൊക്കെ അമ്മയും അവളും കൂടെ സ്നേഹമായിട്ടൊക്കെ പോയി. എനിക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഓടി വരാനൊക്കത്തില്ല. സ്നേഹമായിട്ടൊക്കെ പോയി. എനിക്കിനി ഇപ്പം കൊച്ചു സ്കൂളിൽ നിന്ന് വരാറാകുമ്പോഴത്തേക്ക് എനിക്ക് പോകണം. ഞാൻ അതുകൊണ്ട് പോവാം കേട്ടമ്മേ. ഞാൻ പോവാ വെച്ചാൽ ഞാൻ ഒത്തിരി നേരമായി വന്നിട്ട്. നീ നേരത്തെ വന്നോ? ഞാൻ ഇന്ന് ശകലം നേരത്തെയാണ്, ഇച്ചിരൂടെ നേരത്തെ ഇറങ്ങാൻ. ചേച്ചി വരുമെന്ന് പറഞ്ഞോണ്ട് ഇറങ്ങാന്ന് വിചാരിച്ചത്. ഇറങ്ങാൻ പറ്റിയില്ല. കാപ്പി കുടിച്ചിട്ട് പോകുമ്പോ? കാപ്പി വേണ്ട, എനിക്കിനി കൊച്ചുങ്ങൾ വരാറാകുമ്പോഴത്തേക്ക് അങ്ങ് പോകണം. അമ്മ അടുക്കലൊന്ന് കാണണമല്ലോ. അമ്മയെ കണ്ട് രണ്ടെണ്ണം പറയണമായിരുന്നു. അമ്മ ഉമ്മാതെ ഓരോന്നൊക്കെ അപ്പുറം ബിന്ദുവിനോടും ഒക്കെ ഓരോന്നൊക്കെ നിന്റെ കാര്യം പറഞ്ഞെന്നൊക്കെ ഞാൻ അറിഞ്ഞു. സാരമില്ല, അമ്മ ഇപ്പൊ അങ്ങനെയൊക്കെ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാനത് കാര്യമാക്കുന്നു. അത് നിന്റെ നല്ല മനസ്സാണ്. അതുകൊണ്ട് നീ ഒന്നും പറയാനൊന്നും പോകണ്ട. നിന്നെ പറ്റുന്ന
ചെയ്തിട്ട് നീ ജോലിക്ക് പോകണം, ജോലി ഉള്ളത് കളയാനൊന്നും നോക്കരുത്, ജോലിക്ക് പോകണം. അമ്മ അങ്ങനെയൊക്കെ പറയും. അമ്മ എന്തേലും പറഞ്ഞല്ലോ, നമുക്ക് വിഷയമുള്ള കാര്യമല്ല. എന്നാൽ ഞാൻ പൊക്കോട്ടെ, പിള്ളേർ വരാറാകുമ്പോഴത്തേക്ക് അങ്ങ് ചെല്ലണം. ഞാൻ പോവാണ്, ഞാൻ പോവാം. ഇതുപോലുള്ള നല്ല നാത്തൂന്മാരുടെ വീടുകളിലെ വഴക്കൊക്കെ ഒത്തിരി ഒഴിവാക്കിയിട്ടും അല്ലാതെ എരിവേരി കൊടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഇങ്ങനെയുള്ള നാത്തൂന്മാർ നിങ്ങളുടെ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലോട്ട് രേഖപ്പെടുത്തുക. ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ നമുക്ക് വീഡിയോ കാണാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം